ഇന്ന് വന്നിട്ടുള്ളത് മോമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വലിയൊരു ഷേപ്പൊന്നും വന്നിട്ടില്ല, എന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിയിലോട്ട് 1/2 ടീസ്പൂണ് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അധികം ടൈറ്റാക്കി കുഴക്കേണ്ട, പിന്നെ ഭയങ്കര ലൂസാവേണ്ട, ഒരു മീഡിയം ആക്കിയിട്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ 2 പീസ് ചിക്കന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞതും, 1/4 കപ്പ് ഉള്ളി അരിഞ്ഞതും, കുറച്ച് മല്ലിയിലയും 1 പച്ചമുളകും, പിന്നെ 1 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊക്കെ കുനുകുന അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മൈദ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടി കുറച്ച് തൂക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. 2 ആയിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. ഇതിൻ്റെ പകുതിയായിട്ട്. എന്നിട്ട് നമുക്ക് വലുതാക്കി പരത്തുക. നമുക്ക് ആവുന്ന രീതിയിൽ വലുതാക്കി പരത്തുക കേട്ടോ. വലുതാക്കി പരത്തിയതിന് ശേഷം ഒരു മൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് വലിയൊരു മൂടിയാണ് കേട്ടോ. എന്നിട്ട് അതിൽ ഫില്ലിങ് നിറച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊണ്ടുവരാം. എന്നിട്ട് മറ്റേ സൈഡ് ഈ മടക്കിയ സൈഡിനോട് ഒട്ടിച്ച് കൊടുത്താട്ടോ. എൻ്റേത് ഭയങ്കര പെർഫെക്റ്റ് ഒന്നല്ല, എന്നാലും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ മുഴുവനും നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. മോമോസ് ഉണ്ടാക്കുമ്പം കൂടുതലായിട്ട് എനിക്കൊരു ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മടക്കുന്ന പരിപാടിയാണ് കേട്ടോ. ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പം നമ്മൾ മുഴുവനും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ആവിയിൽ വേവിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ മോമോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടോടെ സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കേട്ടോ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.